ശ്രീ ധർമ്മശാസ്താവ് ഒരു ശിശുവിന്റെ രൂപത്തിൽ പമ്പാതീരത്ത് അവതരിച്ചതും നായാട്ടിനായി കാട്ടിൽ പോയ പന്തളം രാജാവായ രാജശേഖര മന്നൻ ആ കുഞ്ഞിനെ കണ്ടെടുത്തതും കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് രാജകുമാരനായി വളർത്തിയതും വിദ്യാഭ്യാസവും ആയുധാഭ്യാസമെല്ലാം പഠിച്ചതും കൂടാതെ കടൽ കൊള്ളക്കാരനായ വാവരെ തോൽപ്പിച്ച് തൻ്റെ സഖാവാക്കി മാറ്റിയതും ഒക്കെയാണ് കഴിഞ്ഞ ഭാഗത്ത് കേട്ടത്. തുടർന്ന് കേൾക്കുക. അയ്യപ്പൻ വന്നെത്തിയതോടെ പന്തളം രാജ്യത്തിനുണ്ടായ അഭിവൃദ്ധി തൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതിബന്ധമാകുമോ എന്ന് ഉദയൻ എന്ന കൊള്ളക്കാരൻ സംശയിച്ചു. അയ്യപ്പന്റെ ബാഹുബലത്തെയും ആയോധന പാടവത്തെയും പറ്റി കേട്ടറിഞ്ഞ ഉദയൻ നേരിട്ടൊരു പോരു നടത്താൻ മടിച്ചു. പരാജയഭീതി ആ കൊള്ളക്കാരനെ ബാധിച്ചിരുന്നു. കൊള്ളക്കാരുടെ ആക്രമണമുണ്ടായാൽ നേരിടുന്നതിന് വേണ്ടുന്ന മുൻകരുതലുകൾ രാജാവും ഏർപ്പെടുത്തിയിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാവണം പന്തള രാജ്യത്തെ ആക്രമിക്കാൻ അയാൾ ഒരുങ്ങിയില്ല. അതേസമയം തൻ്റെ അധികാരസീമ വികസിപ്പിക്കാൻ മറ്റു പല ദേശങ്ങളെയും ആക്രമിച്ചു തൻ്റെ വരുതിയിലാക്കാൻ അയാൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. തക്കം കിട്ടുമ്പോൾ പന്തള രാജ്യത്തെ ആക്രമിക്കണമെന്നായിരുന്നു അയാളുടെ ഉദ്ദേശം. അതിനായി ഒരു കരുത്തുറ്റ സൈന്യത്തെ അയാൾ തലപ്പാറക്കോട്ടയിൽ സജ്ജമാക്കി നിർത്തിയിരുന്നു. അയ്യപ്പൻ വാവരുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന വിവരം അറിഞ്ഞ ഉടൻ ഉദയൻ പന്തള രാജ്യത്തെ ആക്രമിച്ചു. രാജ്യത്തെ അധീനമാക്കുന്നതിനോടൊപ്പം രാജവംശത്തിന് അറുതി വരുത്താനും അയാൾ ആഗ്രഹിച്ചിരുന്നു. അയ്യപ്പൻ പന്തളത്തില്ലാത്ത സമയം പ്രതീക്ഷിച്ചിരുന്ന ഉദയനെ വാവരും അയ്യപ്പനും തമ്മിൽ പോരാടുന്ന വാർത്തയും സന്തോഷപ്രദമായിരുന്നു. ആ തക്കം നോക്കിയാണ് അയാൾ ആക്രമണം തുടങ്ങിയത്. പന്തളം രാജാവ് ആകെ അമ്പരന്നു. സേനാപതിയും സൈന്യങ്ങളും അകലെയാണ്. മന്നൻ മരണത്തെ മുന്നിൽ കണ്ടു. പന്തളശേവമെന്ന പാട്ടിൽ ഈ യുദ്ധത്തിന്റെ ഗതി വിവരിക്കുന്നുണ്ട്. ഗത്യന്തരമില്ലാതെ ആത്മഹത്യയെക്കുറിച്ചു പോലും ചിന്തിച്ചുകൊണ്ടിരുന്ന മഹാരാജാവിന്റെ മുന്നിൽ പെട്ടെന്ന് അയ്യപ്പൻ വന്നെത്തി. രാജാവ് അപമാനവും നൈരാശ്യവും കൊണ്ട് വിവശനായി ഇരിക്കുന്നത് കണ്ട് അയ്യപ്പൻ പറഞ്ഞു, വരുന്ന സംക്രമനാളിൽ സൈന്യസമേതം ശബരിമലയിലെത്തി ശാസ്താവിനെ തൊഴുതു വരാമെന്ന് സത്യം ചെയ്താൽ ഇപ്പോൾ വന്നിരിക്കുന്ന ശത്രുക്കളെയെല്ലാം ജയിക്കാൻ കഴിയും. പന്തള രാജാവ് ആ വിധം സത്യം ചെയ്തു. ഉടൻ തന്നെ പന്തളത്ത് ശേഷിച്ചിരുന്ന ചെറിയ സൈന്യത്തെ കൂട്ടി അയ്യപ്പൻ പോരിനിറങ്ങി. പെട്ടെന്നുണ്ടായ ഈ തിരിച്ചടി ഉദയനെ പരിഭ്രാന്തനാക്കി. അയ്യപ്പൻ പടക്കളത്തിലുണ്ടെന്ന് കണ്ടപ്പോൾ പന്തളത്തെ സൈന്യം മുഴുവൻ പിന്നാലെയുണ്ടാകുമെന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. അതോടെ ഉദയനും സൈന്യവും പിന്തിരിഞ്ഞോടി. പരാജയബോധത്തോടൊപ്പം അയ്യപ്പനെ കുറിച്ചുള്ള ഭയവും അവരുടെ മനസ്സിൽ വേരുറച്ചു. തരം കിട്ടുമ്പോൾ പകരം വീട്ടിക്കൊള്ളാമെന്ന പ്രതിജ്ഞയോടെ ഉദയൻ ഓടി രക്ഷപ്പെട്ടു. വാവരെ വശത്താക്കിയതും ഉദയനെ തുരത്തി ഓടിച്ചതും രാജാവിന് ആഹ്ലാദകരമായ സംഭവമായിരുന്നു. അദ്ദേഹം ജനങ്ങളുടെ സഹകരണത്തോടെ അയ്യപ്പനെ ആമോദിച്ച് വീരശൃംഖലകൾ അണിയിച്ചു. ശത്രുഭയം ഇല്ലാതായെങ്കിലും സൈന്യ സജ്ജീകരണത്തിൽ ഒരു കുറവും വരുത്തിയില്ല. എല്ലാ ജനങ്ങളും ആയുധവിദ്യയും യുദ്ധതന്ത്രങ്ങളും പരിശീലിക്കണമെന്ന് നിഷ്കർഷിച്ചു. സൈനിക സേവനം പൊതുജനങ്ങൾക്ക് നിർബന്ധിതമാക്കി. അതിർത്തി പ്രദേശങ്ങളിൽ ഉപകരണങ്ങളോടൊപ്പം കൂടുതൽ സൈനികരെയും വിന്യസിച്ചു. വീട്ടുജോലികളും കൃഷിപ്പണിയും ചെയ്തു പോന്നവരും അടിയന്തര ഘട്ടത്തിൽ സൈന്യസേവനം നടത്താൻ യോഗ്യരും സന്നദ്ധരുമായിരുന്നു. പ്രാദേശിക നേതാക്കളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരായ ജനങ്ങൾ ഏത് നിമിഷവും ഒരു പോരു നടത്താൻ സന്നദ്ധമായിരുന്നു. ഓരോ കുടുംബത്തിലെയും ഒരംഗമെങ്കിലും നിയമപാലനത്തിന് ചുമതലപ്പെടുത്തപ്പെട്ടു. അതുകൊണ്ട് കളവ്, ചതി, കൊലപാതകം തുടങ്ങിയ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഒന്നുമുണ്ടായില്ല. അന്നത്തെ വിപുലമായ
മരുമക്കത്തായ കുടുംബങ്ങളിൽ പലതും നിയമപാലനത്തിന്റെ ചുമതലയുള്ള 3-4 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് ആധ്യാത്മിക വളർച്ച കൂടി ഉണ്ടാകത്തക്ക വിധം മുറകൾക്ക് അയ്യപ്പൻ പദ്ധതി ഉണ്ടാക്കി. സത്സംഗം, ഭജന, പ്രാർത്ഥന, യോഗാഭ്യാസം മുതലായവയ്ക്ക് സൈനിക പരിശീലനത്തോടൊപ്പം പ്രാധാന്യം നൽകിയിരുന്നു. ഒറ്റതിരിഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആർക്കും അവസരം നൽകിയില്ല. സമൂഹത്തിലെ അവിഭാജ്യ ഘടകമാണ് ഓരോ വ്യക്തിയും എന്ന ധാരണ എല്ലാവരിലും വളർത്തി. സാമൂഹിക സേവനവും ഈശ്വര ആരാധനയും രാജ്യഭരണവും ഒരുമിച്ച് പോകേണ്ട കാര്യങ്ങളാണെന്നും ഇവ യഥാർത്ഥത്തിൽ ഭിന്നങ്ങളല്ലെന്നുമുള്ള ചിന്താഗതിക്ക് പരോക്ഷമായി ഊന്നൽ നൽകി. അല്പകാലം കൊണ്ട് അയ്യപ്പൻ ജനങ്ങളെയാകെ പ്രബുദ്ധരാക്കി. രാജ്യവാസികൾ അയ്യപ്പനെ ഒരു ദിവ്യപുരുഷനായും പ്രവാചകനായും കരുതി ആദരിച്ചു. രാജ്യത്ത് ഐശ്വര്യവും വർദ്ധിച്ചു. മതപരമായും സാമ്പത്തികമായും പന്തളം മഹത്വം നേടി. അയൽ രാജ്യങ്ങളിലെ ജനങ്ങൾക്കും ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിത രീതി കൈവരുത്താനായിരുന്നു അയ്യപ്പന്റെ അടുത്ത ശ്രമം. തന്റെ ഇടക്കാരായ ഏതാനും പരാക്രമികൾ കയ്യൂക്കുകൊണ്ട് മാത്രം നാട്ടിൽ പരമാധികാരം സ്ഥാപിച്ചിരുന്നു. അത്തരം മുഷ്കരന്മാർ നാട്ടിലെങ്ങും നിരവധിയുണ്ടായിരുന്നു. പരസ്പരം പോരടിക്കുവാൻ ഉത്സുകരായിരുന്ന അവർ നാട്ടിലെ ഐക്യബോധത്തിന് ഒരു തീരാശാപമായിരുന്നു. കളരി തലവന്മാർക്കും യോദ്ധാക്കൾക്കും സമൂഹത്തിൽ മാന്യതയുണ്ടായിരുന്നു. ഭിന്നജാതികളായി വേർപിരിഞ്ഞു സംഘടിച്ചിരുന്ന ജനങ്ങൾ കളരിയാശാന്മാരെയും സംഘത്തലവന്മാരെയും ഭേദചിന്തയില്ലാതെ ആദരിച്ചു പോന്നു. ഈ സംഘത്തലവന്മാരെയും ആശാന്മാരെയും ഏകോപിപ്പിച്ച് നിർത്തിയാലേ നാട്ടിൽ ഐക്യമുണ്ടാക്കാനും ആചാര മര്യാദകൾ സ്ഥാപിക്കാനും കഴിയൂ എന്ന് അയ്യപ്പൻ മനസ്സിലാക്കി. അയ്യപ്പനിലെ അമാനുഷിക വൈഭവങ്ങൾ പ്രശസ്തമായതോടെ അദ്ദേഹത്തിന്റെ നേർക്ക് ജനങ്ങൾക്ക് ഭയഭക്തി ബഹുമാനങ്ങൾ ഉണ്ടായി. ആ തക്കം നോക്കി അയ്യപ്പൻ അയൽ നാടുകളിലുള്ള കളരികൾ സന്ദർശിച്ചു. സംഘത്തലവന്മാരെ കണ്ടു കാര്യങ്ങൾ ചർച്ച ചെയ്തു. കളരികളിലെ അന്തേവാസികൾക്ക് ആയുധ പ്രയോഗത്തിലുള്ള പുതിയ അടവുകളും പയറ്റുമുറകളും കാട്ടിക്കൊടുത്തു. അങ്ങനെ ഓരോ നാട്ടിലും ശിഷ്യസമ്പത്തുണ്ടാക്കി അവരെ സംഘടിപ്പിച്ചു നിർത്തി. പ്രമാണിമാർ കൂടിയും അയ്യപ്പന്റെ ശിഷ്യനാകുന്നതിൽ അഭിമാനം പൂണ്ടു. വർഗീയമോ സാമ്പത്തികമോ ആയ ഉച്ചനീചത്വങ്ങളെ അയ്യപ്പൻ അവഗണിച്ചു. അതുകൊണ്ട് ഏതു വർഗത്തിലും ഏത് കുടുംബത്തിലും അയ്യപ്പന് മാന്യസ്ഥാനവും അംഗീകാരവും ലഭിച്ചു. അങ്ങനെ അയൽ നാടുകളെല്ലാം അയ്യപ്പന്റെ ആജ്ഞകളെ അനുസരിക്കുന്ന അനേകം സംഘങ്ങളുണ്ടായി. ആ പ്രദേശങ്ങളിലെല്ലാം ശാന്തിയും സമാധാനവും സമൃദ്ധിയും കൈവന്നു. ആചാര രീതികളും സാമൂഹിക നിയമങ്ങളും രാജ്യരക്ഷാ നിയമങ്ങളുമെല്ലാം അയ്യപ്പന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് പരിവർത്തന വിധേയമാക്കാൻ ആർക്കും വൈമുഖ്യമുണ്ടായില്ല. മനുഷ്യ നന്മയും സാമൂഹിക ക്ഷേമവും ലക്ഷ്യമാക്കി ദേശകാല സ്ഥലങ്ങൾക്കനുസരിച്ച് നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾക്ക് അതേവിധം തന്നെ പരിവർത്തനങ്ങളും വേണ്ടിവരുമെന്ന് അയ്യപ്പൻ ജനസഞ്ചയത്തെ ബോധ്യപ്പെടുത്തി. പരിവർത്തന വിധേയമാകാത്ത നിയമങ്ങൾ സാമൂഹിക പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചു. സിംഹള രാജ്യത്തെ പയറ്റുമുറകൾ അഭ്യസിപ്പിക്കാനായി അയ്യപ്പൻ ശ്രീലങ്ക സന്ദർശിച്ചിരുന്നുവെന്ന് ഈഴത്തറവേശം എന്ന പാട്ടിൽ വർണ്ണിച്ചിരിക്കുന്നു. മലബാറിലെ പരപ്പനാട്ടു രാജവംശത്തിലെ മൂല കുടുംബമായ മേക്കോട്ട് ഗോകുലകത്ത് വന്ന് പാർത്തതായി അവിടുത്തെ ഗ്രന്ഥവരിയിൽ രേഖയുണ്ട്. അയൽനാട്ടുകളിലെല്ലാം ഐക്യത്തിന്റെയും ദേശഭക്തിയുടെയും സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് അയ്യപ്പൻ അമ്പലപ്പുഴയിലെത്തി. പരസ്പര സ്പർദ്ധയിലും കലഹത്തിലും മുഴുകിക്കഴിഞ്ഞിരുന്ന നാട്ടുകാരിൽ സൗഭാത്രത്തിന്റെയും പരസ്പര മൈത്രിയുടെയും സഹകരണബോധത്തിന്റെയും വിവേകശക്തി പകർന്നു നൽകി. എല്ലാവരും അയ്യപ്പനെ ഭക്തിയാദരങ്ങളോടെ ബഹുമാനിക്കാൻ തുടങ്ങി. അവിടെയുള്ള ജനതയാകെ പരസ്പര പ്രേമത്തിന്റെ പൊന്നൂരിൽ കോർത്തിണക്കി സൈനിക രീതിയിൽ സുശക്തമായ ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. അതാണ് അമ്പലപ്പുഴ യോഗം. ചേർത്തല തണ്ണീർമുക്കത്ത് ഈഴവർ പ്രബലരായിരുന്നു. കരുത്തരും
പരിശ്രമശീലരുമായ അവർ അന്യ സമുദായങ്ങളോടും സൗഹാർദ്ദം പുലർത്തിയിരുന്നു. അവർക്ക് പ്രത്യേക കളരികളും പരിശീലന കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. പ്രഭുക്കന്മാർക്കും കളരിയാശാന്മാർക്കും നാട്ടിൽ ഏറെ സ്വാധീനശക്തിയുണ്ടായിരുന്നു. ചീരപ്പൻ ചെറുമൂപ്പൻ എന്ന ഈഴവ പ്രമാണി തണ്ണീർമുക്കത്തെ ഒരു ഇടപ്രഭുവായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇപ്പോഴും പണിക്കർ എന്ന ബഹുമതി സ്ഥാനമുണ്ട്. ഏറെ നാളത്തെ പരിശ്രമം വേണ്ടി വന്നു അയ്യപ്പന് ചിറമൂപ്പന്റെ കളരിയെ സ്വാധീനമാക്കാൻ. ചിറമൂപ്പന്റെ വീട്ടിൽ താമസിച്ച് വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ച് അയ്യപ്പൻ ഗൃഹനാഥന്റെ വിശ്വാസമാർജിച്ചു. തണ്ണീർമുക്കത്തെ ചിറമൂപ്പനെ സ്വാധീനിക്കാനും അവിടുത്തെ കളരിയിൽ കടന്നുകൂടാനും അയ്യപ്പന് അല്പം ക്ലേശിക്കേണ്ടി വന്നതായി നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. പഴയ പാട്ടുകളിൽ ഇക്കാര്യത്തെക്കുറിച്ച് ചില സൂചനകൾ ഉണ്ട്. കുറച്ചു കാലം അയ്യപ്പൻ ചിറമൂപ്പന്റെ അതിഥി എന്ന മട്ടിൽ ആ വീട്ടിൽ ഒരു അംഗമെന്ന പോലെ തന്നെ താമസിച്ചു. അവരുടെ ജീവിത വ്യാപാരങ്ങളിലെല്ലാം അയ്യപ്പനും പങ്കാളിയായി. കളരിയിലെ അഭ്യാസമുറകളെക്കുറിച്ചും നാടിന്റെയും നാട്ടുകാരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ചിറമൂപ്പനുമായി പലവട്ടം സംസാരിച്ചു. ആ സംഭാഷണങ്ങളിലൂടെ ചിറമൂപ്പന്റെ വിശ്വാസം നേടിയെടുക്കാൻ അയ്യപ്പന് കഴിഞ്ഞു. അക്കാലത്ത് ചിറമൂപ്പന്റെ അരുമ മകൾ ചെറുകുത്തി അയ്യപ്പന്റെ കോമള രൂപത്തിലും പാചോവിലാസത്തിലും ആകൃഷ്ടയായി. ഈ അനുരാഗ കഥ ഈഴവത്തി വേഷം എന്ന ഉടുക്കുപാട്ടിൽ വിവരിച്ചിരിക്കുന്നു. മകളോടുള്ള വാത്സല്യവും അയ്യപ്പന്റെ നേർക്കു തോന്നിയ താല്പര്യവും മുൻനിർത്തി ചിറമൂപ്പൻ സ്വന്തം കളരിയിൽ വെച്ച് ഒരു വീരപരീക്ഷ നടത്തി. അതിൽ വിജയിയായ അയ്യപ്പന്റെ ദിവ്യ വൈഭവങ്ങൾ കണ്ടറിഞ്ഞ യോദ്ധാക്കളെല്ലാം അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണു വണങ്ങി ശിഷ്യത്വം സ്വീകരിച്ചു. അങ്ങനെ തണ്ണീർമുഖത്തെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ അയ്യപ്പന്റെ യോഗത്തിൽ പങ്കാളികളായി. തക്കം പാർത്ത് നിന്ന് ചെറുകുത്തി തന്റെ അനുരാഗ കഥ അയ്യപ്പനെ അറിയിച്ചു. അയ്യപ്പൻ അവളോട് തന്റെ ജന്മോദ്ദേശം ധർമ്മ സംസ്ഥാപനമാണെന്ന് വിവരിച്ചു. ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ ഭൗതിക ജീവിതത്തിന് പൂർണ്ണത കൈവരികയുള്ളൂ എന്ന് വ്യക്തമാക്കിയ ശേഷം അയ്യപ്പൻ അവൾക്ക് മോക്ഷോ ഉപായം ഉപദേശിച്ചു കൊടുത്തു. തുടർന്നുള്ള നാളുകളിൽ അയ്യപ്പനെ പരിചരിക്കുക എന്ന നിഷ്കാമ കർമ്മത്തിൽ മുഴുകി അവൾ ജീവിത സാഫല്യം കണ്ടെത്തി. ഏറെ താമസിയാതെ തണ്ണീർമുക്കത്തെ താമസം മതിയാക്കി അയ്യപ്പൻ യാത്രയ്ക്കൊരുങ്ങി. നേരത്തെ പന്തളം രാജാവ് സമ്മാനിച്ചിരുന്ന വീരശൃംഖലകളിൽ ഒന്ന് അയ്യപ്പൻ ചെറുകുത്തിക്ക് സമ്മാനിച്ചു. കുറെ കാലം കഴിഞ്ഞ് തന്റെ അനുയായികളെയെല്ലാം അയ്യപ്പൻ ശബരിമലയിലേക്ക് പറഞ്ഞുവിട്ടു. എന്നിട്ട് അദ്ദേഹം വീണ്ടും ചിറമൂപ്പന്റെ വീട്ടുവാതുക്കൽ എത്തി. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ചെറുകുത്തിയോട് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അകത്തുനിന്ന് വിളി കേട്ടെങ്കിലും ഏതോ ജോലിയിൽ മുഴുകിയിരുന്ന അവൾക്ക് പെട്ടെന്ന് പുറത്തു വരാൻ കഴിഞ്ഞില്ല. ഇതാ വരുന്നു എന്ന് വിളിച്ചു പറയുക മാത്രം ചെയ്തു. എന്നാൽ ഇനി ഇതു കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ രണ്ടാമത്തെ വീരശൃംഖല അഴിച്ചെടുത്ത് പടിയിൽ വെച്ചിട്ട് അന്തർധാനം ചെയ്തു. ചെറുകുത്തി പുറത്തു വന്ന് ആ വീരശൃംഖല കയ്യിലെടുത്തതോടെ അവളുടെ ഭൗതിക മോഹങ്ങളെല്ലാം അസ്തമിച്ചു. അവൾ ഒരു മഹാജ്ഞാനിയായി തീർന്നു. അവസാനം ശബരിമലയിലെത്തി അവൾ പരമപാദം പൂകിയതായി പറയപ്പെടുന്നു. പിൽക്കാലത്ത് ഒരു പന്തള രാജാവ് ആ കുടുംബക്കാർക്ക് പണം കൊടുത്ത് ദിവ്യമായ വീരശൃംഖലകൾ തിരികെ വാങ്ങി. തണ്ണീർമുക്കത്ത് നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങിയ അയ്യപ്പൻ ഞാളൂർ കർത്താവിന്റെ പെരുമ്പാവൂരുള്ള കോട്ടയിൽ താമസിച്ചു. അവിടെയുള്ള ആളുകളെ സംഘടിപ്പിച്ചു. ജനങ്ങൾ അയ്യപ്പന്റെ ഉപദേശങ്ങൾ അക്ഷരം പ്രതി പാലിക്കുവാൻ സന്നദ്ധരായിരുന്നു. ചാലക്കുടിയിൽ കോടശ്ശേരി കർത്താവിന്റെ കോട്ടയിലും കുറച്ചുനാൾ അയ്യപ്പൻ പാർത്തിരുന്നു. പെരുമ്പാവൂരിൽ അയ്യപ്പൻ യോഗ പദ്ധതികൾ അനുഷ്ഠിച്ചിരുന്ന സ്ഥാനത്ത് ഞാളൂർ കർത്താവ് പിൽക്കാലത്ത് ഒരു ശാസ്താക്ഷേത്രം പണി കഴിപ്പിച്ചു. പെരുമ്പാവൂരിലും പരിസരത്തുമുള്ള ജനങ്ങളെ സംഘടിപ്പിച്ച് ആലങ്ങാട്ട് യോഗം സ്ഥാപിച്ചു. പന്തളത്തും അമ്പലപ്പുഴയിലും ആലങ്ങാട്ടും സ്ഥാപിച്ച യോഗങ്ങളെല്ലാം ഒരേ അഭ്യാസ പദ്ധതികളും ചിട്ടവട്ടങ്ങളുമാണ് ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് ശിക്ഷണ രീതി, ഭരണം, ഘടന തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം
ഈ യോഗങ്ങൾ സമാനത പുലർത്തി. അവരുടെ നിയന്ത്രണത്തിലും പ്രത്യേകമായ ചിട്ടവട്ടങ്ങൾ ഉണ്ടായി. ചുരുക്കത്തിൽ ഈ 3 യോഗക്കാരെയും ഒരുമിച്ച് കൂട്ടി വിപുലമായ ഒരു സൈന്യത്തെ സർവ്വസജ്ജീകരണങ്ങളോടും കൂടി രംഗത്തിറക്കാൻ അനായാസേന സാധിക്കുമെന്ന മട്ടായി. പന്തളവും തെക്കുള്ള പ്രദേശങ്ങളും ചേർത്തു പന്തളം യോഗവും, മൂവാറ്റുപുഴയും വടക്കൻ പ്രദേശങ്ങളും ചേർത്ത് ആലങ്ങാടൻ യോഗവും, ഇവയ്ക്കിടയിലുള്ളത് അമ്പലപ്പുഴ യോഗവുമായി സംഘടിപ്പിച്ചു. അതോടെ അന്തഛിദ്രങ്ങളും കലാപങ്ങളും ഒടുങ്ങി. അധാർമിക പ്രവർത്തികൾ ഇല്ലാതായി. ജനങ്ങളാകെ സദാചാര ബോധത്തില് ഒരു നവോന്മേഷം കൈവന്നു. രാജ്യത്ത് ശാന്തിയും ക്ഷേമവും പുലർന്നു. അനന്തരം പാണ്ഡ്യനാട്ടിലേക്ക് പോകാനൊരുങ്ങിയ അയ്യപ്പൻ എരുമേലിയിലെത്തി വാവരെ കണ്ടു. വാവർ സജ്ജീകരിച്ചിരുന്ന പടക്കോപ്പുകളും കോട്ടകൊത്തളങ്ങളുമെല്ലാം കണ്ട് സംപ്രീതനായ അയ്യപ്പൻ ഏറെ താമസിയാതെ ഒരു പടപ്പുറപ്പാടിന് സന്നദ്ധനായിരിക്കാൻ വാവരോട് നിർദ്ദേശിച്ചു. പാണ്ഡ്യരാജ്യത്തേക്കു തിരിച്ച അയ്യപ്പൻ മധുരാപുരിയിലെത്തി. അവിടുത്തെ രാജാവിനെ കണ്ടു വണങ്ങി. ഒരു ഹ്രസ്വ സംഭാഷണം കൊണ്ടുതന്നെ അയ്യപ്പന്റെ ബുദ്ധിവൈഭവവും അമാനുഷിക സിദ്ധികളും രാജാവിന് ബോധ്യമായി. അതോടെ രാജാവിന്റെ ബഹുമാനാദരങ്ങൾക്ക് അയ്യപ്പൻ പാത്രമായി. മഹാപണ്ഡിതനും യുദ്ധ നിപുണനുമായ ഒരു കുമാരൻ കൊട്ടാരത്തിൽ വന്നെത്തിയിട്ടുണ്ടെന്നറിഞ്ഞ വാർത്ത നാട്ടിലെങ്ങും പരന്നു. അതോടെ അയ്യപ്പനെ കണ്ടു വണങ്ങാൻ ജനങ്ങൾ തിങ്ങിക്കൂടി. അവരെല്ലാം ആരാധനയോടെ അയ്യപ്പനെ കണ്ടു. രാജാവിന്റെ മനസ്സിലും അയ്യപ്പനെ കുറിച്ച് സ്നേഹാദരങ്ങൾ വളർന്നു. കാലക്രമത്തിൽ രാജ്യകാര്യങ്ങളിലെല്ലാം അയ്യപ്പന്റെ അഭിപ്രായത്തിന് വില കൽപ്പിക്കാൻ തുടങ്ങിയ മധുര രാജാവ് സൈന്യത്തിന്റെ പൂർണ്ണ അധികാരം കൂടി കുമാരനെ ഏൽപ്പിച്ചു. കായിക ശക്തിയും ശിക്ഷണവുമുള്ള പട്ടാളക്കാരെ ധർമ്മബോധമുള്ളവരാക്കിയാൽ ധർമ്മ സംസ്ഥാപനം സുകരമാകുമെന്നായിരുന്നു അയ്യപ്പന്റെ സിദ്ധാന്തം. ജനങ്ങളുടെ കായബലവും ഉത്സാഹവും വർദ്ധിപ്പിക്കാൻ സൈനിക പരിശീലനം പ്രയോജനപ്പെടുമെന്ന് അദ്ദേഹം കണ്ടെത്തി. ജനങ്ങളുടെ കായിക ശക്തിയും മനോബലത്തെയും പുഷ്ടിപ്പെടുത്തി സാമൂഹിക നന്മയ്ക്ക് പ്രയോജനപ്പെടുത്തുകയായിരുന്നു അയ്യപ്പന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അയ്യപ്പൻ എല്ലായിടത്തും സൈനിക രീതിയിലുള്ള സാമൂഹിക ഘടന രൂപപ്പെടുത്തിയത്. പരസ്പര സൗഹാർദ്ദവും സഹകരണവും ധർമ്മബോധവും അവരുടെ മുഖമുദ്രകളായിരുന്നു. ഒരു ഭാഗത്ത് ഉദയനെയും മറുഭാഗത്ത് ചോള ചക്രവർത്തിയെയും പേടിച്ചു കഴിഞ്ഞിരുന്ന മധുരയിലെ ജനങ്ങളിൽ ഒരു നവോന്മേഷവും ധൈര്യവും ആഹ്ലാദവും പകരാൻ അയ്യപ്പന് കഴിഞ്ഞു. അതോടെ നാട്ടിലെങ്ങും ക്ഷേമ ഐശ്വര്യങ്ങൾ പുലർന്നു. അയ്യപ്പൻ തന്റെ ദൗത്യം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് മഹാരാജാവിനെ കണ്ട് ഇങ്ങനെ പറഞ്ഞു: മഹാരാജൻ, ജനതയ്ക്ക് സംതൃപ്തിയും ക്ഷേമവും സുഭിക്ഷവും നൽകുന്നതാണ് ശരിയായ രാജധർമ്മം. സമഷ്ടി ക്ഷേമത്തിലാണ് വ്യക്തിയുടെ ക്ഷേമം എന്ന ബോധം ഓരോ പൗരനും ഉണ്ടായിരിക്കണം. രാജാവ് സമദർശിയായിരിക്കണം. ധർമ്മനിരതനായ രാജാവ് ത്യാഗവും തപസ്സും അനുഷ്ഠിച്ച് സംയമനശീലം പാലിക്കണം. ജനങ്ങൾക്ക് ഐക്യബോധമുണ്ടായാൽ ചോള ചക്രവർത്തി ശല്യപ്പെടുത്താൻ വരികയില്ല. രാജാവെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ഉദയൻ നിഷ്ഠൂരനും നിരീശ്വരനുമാണ്. കേരളവും പാണ്ഡ്യനാടും പണ്ടു മുതൽക്കേ സൗഹൃദത്തിൽ കഴിഞ്ഞവരാണ്. ഇനിയും ഈ 2 ശക്തികളും യോജിച്ചു നിന്നാൽ ഉദയനെ പോലുള്ള കൊള്ളക്കാർക്ക് ഇവിടെ ഒന്നും ചെയ്യാനാവുകയില്ല. ഏതായാലും ഉദയനെ ഒതുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇനി വരുന്ന മകരസംക്രമ നാളിൽ ശബരിമല ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്താൻ ഉദ്ദേശിക്കുകയാണ്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. കേരളത്തിലെ നാടുവാഴികളും രാജാക്കന്മാരും സൈന്യസമേതം അവിടെ വന്നെത്തും. മന്ത്രിമാരെയും പടയാളികളെയും കൂട്ടി അങ്ങും ആ സമയത്ത് അവിടെ വന്നു ചേരണം. പരശുരാമൻ ശാസ്താപ്രതിഷ്ഠ നടത്തിയ പുണ്യമലയാണ് ശബരിമല. മതംഗ മഹർഷിയുടെ തപോഭൂമിയായിരുന്നു. അവിടെ വെച്ചാണ് ശ്രീരാമദേവൻ ശബരിക്ക് മോക്ഷം നൽകിയത്. ആ പുണ്യസങ്കേതം ദർശിക്കുവാൻ സുഹൃത്തുക്കൾക്കേ കഴിയൂ. ഈ പുനഃപ്രതിഷ്ഠാവേള രാജാക്കന്മാരുടെയും വിവിധ ജനങ്ങളുടെയും സംഗമവേള കൂടിയാകട്ടെ. അങ്ങേക്കും സകല ജനങ്ങൾക്കും ക്ഷേമൈശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ. പാണ്ഡ്യരാജ്യത്തു നിന്നും മടങ്ങിയെത്തിയ അയ്യപ്പന്റെ വീര അപദാനങ്ങൾ നാട്ടിലെങ്ങും പരന്നു. നാടിന് നന്മയ്ക്കായി അയ്യപ്പൻ ചെയ്ത
സത്കർമ്മങ്ങൾ ഏറെ പുകഴ്ത്തപ്പെട്ടു. നാട്ടിലെങ്ങും ആരാധകരും അനുയായികളും വർദ്ധിച്ചു. സദ്ഗുണസമ്പന്നനും വീരപരാക്രമിയുമായ അയ്യപ്പന്റെ ബുദ്ധിവൈഭവവും ശാസ്ത്രബോധവും ഭരണകാര്യങ്ങളിലുള്ള നൈപുണ്യവും ജനത്തോടൊപ്പം തന്നെ രാജാവിനെയും ഏറെ സന്തോഷിപ്പിച്ചു. മണികണ്ഠനെ യുവരാജാവായി വാഴിക്കണമെന്ന ആഗ്രഹം ജനങ്ങളിൽ എന്ന പോലെ രാജാവിലും ഉടലെടുത്തു. ഒരിക്കൽ രാജാവ് മണികണ്ഠനെ യുവരാജാവായി പ്രഖ്യാപിക്കണമെന്ന തന്റെ നിശ്ചയം മന്ത്രിയെ അറിയിച്ചു. വൃദ്ധനായ രാജാവിന്റെ കീഴിൽ ഭരണകാര്യങ്ങളിൽ സ്വേച്ഛാധിപത്യം സ്ഥാപിക്കാൻ ആശിച്ചിരുന്ന മന്ത്രിക്ക് ഈ വാർത്ത അരോചകമായിരുന്നു. ഏതു വിധത്തിലെങ്കിലും കുമാരനെ വകവരുത്തിയാലേ തൻ്റെ ഇംഗിതം സഫലമാവുകയുള്ളൂ എന്ന് മന്ത്രി തീർച്ചയാക്കി. തുടർന്നുള്ള സംഭവങ്ങൾ അടുത്ത ഭാഗത്ത് പറയുന്നതാണ്.